ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ. നമ്മൾ ഈ ഗ്രാമഭംഗി എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു സ്ഥലം. ഇത്രയും ഒരു ഭംഗിയുള്ള ഒരു ഗ്രാമം ഞാൻ എൻ്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല. നാട്ടിലെപ്പോഴും നമ്മൾ വെക്കേഷന് വരുമ്പോൾ എന്തായാലും ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും ഈ ഒരു സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെന്തായാലും നമ്മൾ മുടക്കാറില്ല. ചേട്ടൻ്റെ തറവാട് അല്ലെങ്കിൽ പണ്ട് അവരുടെ വീട് ഇവിടെയായിരുന്നു. ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ വീടൊന്നുമില്ല, പക്ഷെ അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെറിയ രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. കല്യാണത്തിന് മുമ്പ് വരെ എനിക്ക് കൃഷിയും പറമ്പെന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലൊന്നും അത്രയ്ക്ക് കൃഷിയും കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ചെറിയ ചെറിയ ചാലിലൊക്കെ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഇതുപോലെ വെള്ളം ഉണ്ടാവും. അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളും കാണാൻ പറ്റും കേട്ടോ. അല്ലാത്ത സമയത്തൊന്നും ഇതിൽ വെള്ളം ഉണ്ടാവില്ല, വേനൽക്കാലമൊക്കെ ആകുമ്പോൾ. പക്ഷെ ഇപ്പോൾ നല്ല മഴക്കാലം ആയതുകൊണ്ട് മഴയുള്ള സമയമാകുമ്പോൾ ഇതിനുള്ള വെള്ളം ഉണ്ടാവും. അതുപോലെ ഇങ്ങനെ കുഞ്ഞു മീനുകളും വരും. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ ഇതുപോലെ പച്ചപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ കാണാനായിട്ടുള്ള സ്ഥലങ്ങൾ കുറവായിരിക്കില്ലേ. കാരണം ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഫ്ലാറ്റും അല്ലെങ്കിൽ ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പച്ചപ്പ് പിടിച്ച സ്ഥലങ്ങൾ ഇപ്പോൾ കാണൽ വളരെ കുറവാണ്. നമ്മുടെ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും എന്താ പറയുക, ചുറ്റും വീടുകളൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള ഇങ്ങനെ പറമ്പ് കൃഷി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴായിരിക്കും അതുപോലെയുള്ള ആ ഒരു പച്ചപ്പൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കാറ്. ഈ കിണറൊക്കെ പഴയ കിണർ തന്നെയാണ് കേട്ടോ. അത് പണ്ടുണ്ടായിരുന്ന അതേപോലെ തന്നെയാണ്, അതിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതുപോലെ ആ കിണറിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗവും ഈ ജനലേതോന്നൊക്കെ പറയണത് പഴയ സെയിം തന്നെയാണ്. ഇപ്പോൾ അവിടെ ചെറിയൊരു എന്താ പറയുക, മോട്ടറൊക്കെ വെച്ചിട്ട് ഈ ചെടികളും ഇതുകളൊക്കെ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് മാത്രമേ ഇപ്പോൾ അതിനുള്ളിലുള്ളൂ കേട്ടോ. പിന്നെ ഇതിനെ ഞങ്ങൾ വിളിക്കുന്ന പേര് ചക്കുടുമരം എന്നാണ്. സത്യത്തിൽ ഈ മരത്തിന് വേറൊരു പേരുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളതിനെ ചക്കുടുമരം എന്ന് വിളിച്ച് അതിൻ്റെ പേരെന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. മോനെ നമ്മൾ വിളിക്കണതാണ് കേട്ടോ ചക്കുടൂന്ന്. അപ്പോൾ അവൻ ജനിച്ച സമയത്ത് അവൻ്റെ പേരിൽ ഒരു ചെടി വെച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ചക്കുടുമരം എന്ന് വിളിക്കണത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം വീടുകളിലൊക്കെ ഈ ഒരു ചെടി കാണാറുണ്ട്. ഇതിൻ്റെ ഗ്രീൻ കളറും ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് കളറിലും ഉണ്ട്. കുട്ടികളെയും കൊണ്ട് നമുക്ക് പറമ്പിൽ അങ്ങനെ എന്താ പറയുക, അതിൻ്റെ ചുറ്റും മൊത്തത്തിൽ അങ്ങനെ നടക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം ഇവർ ഈ പറമ്പിലും അല്ലെങ്കിൽ ഈ ചെളിയിലും മണ്ണിലൊന്നും ഇറങ്ങാത്ത കാരണം ചെടിപ്പുമ്പോൾ കുറച്ചൊന്ന് മണ്ണാകുമ്പോഴേക്കും അത് കഴുകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഫുള്ള് നടക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് വേഗം തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ശരിക്കും നടന്ന് കാണാനായിട്ടാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ മക്കളെയും കൊണ്ട് വന്നിട്ടുള്ള കാര്യം നമുക്ക് നടന്നില്ല കേട്ടോ. കാരണം നമ്മളാണെങ്കിൽ ഒരു സൺഡേ പള്ളിയിലൊക്കെ പോയതിന് ശേഷം നേരെ ഇങ്ങോട്ട് വന്നതായിരുന്നു. അതുകൊണ്ടായിരുന്നു കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നടക്കാനും കാണാനൊന്നും പറ്റില്ല. പിന്നെ പറമ്പിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു കുളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനുള്ളിൽ കുറച്ച് നാൾ മീനിനെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ബ്രാല് ആ മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, നമുക്ക് ആ ഒരു മീൻ അതിൻ്റെ താഴെ എന്താ പറയുക, വേറെ തോട്ടിൽ നിന്നുള്ള വെള്ളം വരുമ്പോൾ മീനൊക്കെ അങ്ങോട്ട് പോയി. അങ്ങനെ ഇതിനുള്ളിൽ നമ്മൾ മീൻ വളർത്തുന്നത് അത്ര ശരിയായില്ല, സക്സസ് ആയില്ല. ഈ കുഞ്ഞു മീനിനെ കാണുന്നത് നമ്മൾ ഈ മഴക്കാലത്ത് ഇപ്പോൾ നേരത്തെ ചാലിൽ കണ്ട പോലെ അതുപോലെ വന്ന് നിറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ആ മീനൊക്കെ. കുളത്തിനുള്ളിൽ അപ്പോൾ കുട്ടികൾക്ക് മീനും പിന്നെ അതുപോലെ ചെറിയ തവളയൊക്കെ അതിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തവളേനെയും അങ്ങനെ അതിനെയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ കുട്ടികൾ ഈ കുളത്തിനുള്ളിൽ മീനൊക്കെ കാണുമ്പോൾ പിന്നെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ മാറാതെ ഇങ്ങനെ നിൽക്കായിരുന്നു രണ്ടാളും. പണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആ ഒരു കുളത്തിനുള്ളിൽ ചെറിയ ഒരു പിങ്ക് കളറിലുള്ള അമ്പലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ചെടിയൊക്കെ അതിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ 2-3 സ്റ്റെപ്പ് ഇങ്ങനെ കല്ല് പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വലിയവർക്ക് വേണമെങ്കിൽ ഇറങ്ങാം, പക്ഷെ അത്യാവശ്യം താഴ്ചയുള്ളതുകൊണ്ട് നമ്മൾ ആ പണിക്ക് നിന്നില്ല. പിന്നെ കുട്ടികളും കൂടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു 2 സ്റ്റെപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് കാലൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മളവിടെ നിന്നതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും നടക്കുമ്പോൾ കാലുമ ചെളിയായെന്ന് പറഞ്ഞിട്ട് കാല് കഴുകണമെന്ന് പറഞ്ഞ് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നടന്നതായിരുന്നു. പക്ഷെ അവിടെ അത്യാവശ്യം കുറച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒഴുക്കൊക്കെ കൂടുതലുള്ള പോലെ തോന്നിയ കാരണം പിന്നെ നമ്മളവിടെ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ പറമ്പിനുള്ളിൽ തന്നെയുള്ള ആ മോട്ടറൊക്കെ വെച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ അവർ രണ്ടാളുടെയും കാലമൊക്കെ കഴുകി കൊടുക്കുമായിരുന്നു. മഞ്ചാടിക്കുരു കണ്ടപ്പോൾ പഴയ നുസ്റ്റ് അടിച്ചപ്പോൾ കുറച്ച് കയ്യിൽ പറക്കിയെടുത്തതായിരുന്നു കേട്ടോ. അവിടെ അതിൻ്റെ ഒരു മരം കണ്ടു. അപ്പോൾ അത് കാരണം കുറച്ചൊക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പറക്കി. പക്ഷേ കുറച്ച് അധികം കൂടി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കളക്ട് ചെയ്ത് വെക്കാനായിട്ട്. പക്ഷേ ഈ പിള്ളേരും കൊണ്ട് പോകണ കാരണം നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കില്ല.
പണ്ടും സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ മെയിൻ കളക്ഷനായിരുന്നു മഞ്ചാടിക്കുരു, അതുപോലെ കുന്നിക്കുരു, പിന്നെ മയിൽപ്പീലി. ഇതൊക്കെയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് കൂടുതൽ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ആ മറ്റേ ഐറ്റം കുറവാണ്, പക്ഷെ ആ ആളുടെയിലുള്ള ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ കുറവ്, അങ്ങനെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ എക്സ്ചേഞ്ച് ബാർട്ടർ സിസ്റ്റം പോലെയൊക്കെ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ മഞ്ചാടിക്കുരു കൂടുതലുണ്ട്, പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ മഞ്ചാടി കുറവാണ്, പക്ഷേ മയിൽപ്പീലി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മയിൽപ്പീലി ഇങ്ങോട്ട് തരും, നമ്മുടെ കയ്യിലുള്ള മഞ്ചാടി അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു ബാർട്ടർ സിസ്റ്റം, അങ്ങനത്തെ ഒരു ഇതിൽ നിന്നൊക്കെ ചെയ്ത് വരുമ്പോൾ അങ്ങനെ എല്ലാവരുടെയും എല്ലാ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഈ മഞ്ചാടിയൊക്കെ കണ്ടപ്പോൾ ഈ പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് ഒരു മയിലിനെയൊക്കെ കാണാൻ പറ്റിയിട്ടോ. അവിടെ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സംഭവമാണ്, പക്ഷേ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ ഒരു തോട് അല്ലെങ്കിൽ ഒരു പാടത്തിൻ്റെ സൈഡിലേക്ക് പോയതായിരുന്നു. വെറുതെ ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ആഗ്രഹം തോന്നിയപ്പോൾ അങ്ങനെ ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് പോയതായിരുന്നു. തള്ളിയിടരുത്. എപ്പോഴത്തെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഈ നടക്കണത്. കാരണം നമ്മൾ ഈ പണ്ട് ജനിച്ചു വളർന്നിട്ടുള്ള പഴയ കാല സിനിമകളിലൊക്കെ കാണുമ്പോൾ, ഈ 90s സിനിമയിൽ നോക്കുമ്പോൾ ഈ പാട്ടിലൊക്കെ ഇങ്ങനെ പാടത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള നടക്കുന്നതും അല്ലെങ്കിൽ കുറേ പാട്ടുകളുടെ സീനൊക്കെ അങ്ങനെയുള്ള ഭാഗത്തായിരിക്കും. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതായിരുന്നു ഈ ഒരു പാടത്തിൻ്റെ വരമ്പിലൂടെ നടക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ അങ്ങോട്ട് നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അത്രയ്ക്കുള്ളിലേക്ക് നടന്നില്ല. പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആ ഒരു സെൽഫി പോലെ ക്യാമറ, അതന്നെ സെൽഫി ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ, കാരണം നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ നല്ല ബ്ലൂവും പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല പച്ചപ്പും ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ എടുക്കാനായിട്ട്. അങ്ങനെ ആ ഒരു ചെറിയൊരു പാലം പോലെ കണ്ടു. അത് കടന്നിട്ട് വേണം ഈ പാടത്തിൻ്റെ ഈ ഒരു സൈഡിലേക്ക് കടക്കാൻ. അപ്പോൾ അതന്നെ വലിയൊരു ടാസ്ക് പോലെയായിരുന്നു കടന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട്, പാടത്തിൻ്റെ ഉള്ളിലേക്ക് അധികം അങ്ങനെ നടന്നില്ല. നമ്മളതിൻ്റെ ആ ഒരു ചെറിയൊരു സൈഡിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും അങ്ങനെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ അങ്ങനെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. കണ്ടില്ലേ? ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് മുണ്ടത്തിക്കോട് അമ്പലമാണ്. അതിൻ്റെ ആ ഒരു അമ്പലം എന്ന് പറയുന്നത് കാണാനായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ നല്ല ഭംഗിയുള്ളൊരു അമ്പലവും അതിൻ്റെ ആ ഒരു സൈഡിൽ വലിയൊരു ആൽമരവും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അതുപോലെ കുറേ സിനിമകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ പുതിയ സിനിമകൾ നോക്കുകയാണെങ്കിൽ മറ്റേ എബ്രഹാം ഓസ്ലർ, അതുപോലെ ആൻ മരിയ കലിപ്പിലാണ് ഈ ഒരു സിനിമയിലൊക്കെ ഉണ്ട് ആ ഒരു ലൊക്കേഷൻ. വേറെയും സിനിമകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എനിക്കറിയാവുന്ന 1-2 സിനിമകൾ ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ സിനിമകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി നമുക്ക് കാണാനായിട്ട് പറ്റില്ല. നമ്മൾ പക്ഷേ ഒരു 90s സിനിമകളെന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു ടൈമിലെ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഒരു കുറേ സീനുകളെന്ന് പറയുന്നത് എന്തായാലും ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ആ ഒരു ആൽത്തറയിലൊക്കെ വെച്ചിട്ടുള്ള സീനുകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിനിമകൾ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ അതുപോലെയുള്ള ആ ഒരു നൊസ്റ്റൊക്കെ തോന്നുന്നത്. ഗ്രാമമാണല്ലോ, ഗ്രാമഭംഗി എന്ന് പറയുന്നത് എന്തായാലും എത്രയൊക്കെയാണെങ്കിലും ആ ഒരു ഭംഗി അത് വേറെ ഒന്നെങ്കിലായിരിക്കും. പറമ്പൊക്കെ കണ്ട് എപ്പോഴും തിരിച്ചു വരുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് ഈ തിങ്കൾ സംഭാരം. അതും അവിടെ നിന്ന് വാങ്ങിച്ചു വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആവണേ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലേസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേസും സംഭാരമൊക്കെ വാങ്ങിച്ച് നമ്മുടെ ആ ഒരു ദിവസത്തെ ഒരു കുഞ്ഞൊരു ട്രിപ്പ് നമ്മുടെ അവസാനിച്ചിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ഇപ്പം തന്നെ ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഉച്ചയൊക്കെ കഴിഞ്ഞു, ഉച്ചയുടെ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത് നല്ല ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. 2 സൈഡിൽ ഇതുപോലെ വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുളങ്കുന്നത്തുകാവ് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ സൈഡിൽ കൂടെയുള്ള റോട്ടിൽ കൂടെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അങ്ങനെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇനി നമ്മുടെ വീട്ടിലേക്ക് എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ.